ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഒരു പ്രൈവറ്റ് പൂളിലുള്ള പ്രോപ്പർട്ടിയിലേക്കാണ്. 5 ബെഡ്റൂം പ്രോപ്പർട്ടിയാണിത്. അപ്പൊ പ്രോപ്പർട്ടിയും പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ പോവാല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഹൈറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങോട്ടേക്ക് ക്യാമറ കാണിച്ചാൽ അറിയാം. നല്ല വാലി വ്യൂ ആണ്, ലോങ് വ്യൂ ആണ്. അപ്പൊ നമുക്കൊരു എന്താ പറയാ, നല്ല മഴക്കാലത്തോ ഏത് ടൈമിൽ വന്നാലും നല്ല അടിപൊളി വ്യൂ കിട്ടും. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് എങ്കിലും നല്ല കൂൾ ക്ലൈമറ്റ് ആണ് ഇവിടെ. നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ്. നല്ല വ്യൂ പോയിന്റ് ആണ് സിറ്റിംഗ് ഏരിയ ഉള്ളത്. അപ്പൊ നമുക്ക് ഈവനിങ് ഒരു കോഫി ടീയോ കുടിച്ചിട്ട് നല്ല സിറ്റിംഗ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഗാർഡൻ ഫ്രണ്ട് ഏരിയ ആയിട്ടത്. നമുക്ക് ഇനി പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറാം. എങ്ങനെയാണ് റൂംസ്, ലിവിംഗ് സ്പേസ് ഒക്കെ എങ്ങനെയാണ് അവർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് പോകാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, കൂൾ ആംബിയൻസ് ആണ്, നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്. ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്, ലിവിംഗ് ഏരിയ ആണ്. ലിവിംഗ് ഏരിയ തന്നെ ഇവിടെ ഇതാ ഒരു പ്ലാന്റേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലിവിംഗ് സ്പേസ്, സിറ്റ് ഔട്ട് കാര്യങ്ങള്, പിന്നെ ഇവിടെ ഇതാ നല്ലൊരു LED TV ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് 2 ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കാം. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ഉള്ള ബെഡ്റൂം ആണ്. കിങ് സൈസ് ബെഡ് ആണ്. ഇപ്പൊ നല്ല ഭംഗിയായിട്ട് ഒരു ബെഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം കാര്യങ്ങൾ, ഡ്രസ്സ്, ക്ലോത്ത് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ ചെയ്ത് നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഇതാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ റൂമിൽ ബാൽക്കണി ഉണ്ട് കേട്ടോ. എല്ലാ റൂമിന്റെയും സ്പെഷ്യാലിറ്റി ആണ് അവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂമിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ബാൽക്കണി ഇൻ ദ സെൻസ് നമുക്ക് അവിടെ നല്ല വ്യൂ ഒക്കെ ഉള്ള ബാൽക്കണിയാണ്. അപ്പൊ നമുക്കിനി സെക്കൻഡ് റൂമിലേക്ക് പോകാം. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂമിന് നമുക്ക് ബാൽക്കണി ഉണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് ഇവിടെ വാഷിംഗ് ഏരിയ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ്. അറ്റ് എ ടൈം നമുക്കൊരു 5-6 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡൈനിങ് സ്പേസ്. പിന്നെ ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. കിച്ചണൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എല്ലാ പാത്രങ്ങളും ഉണ്ട്. മീൻസ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ എല്ലാ പ്ലേറ്റ്സ്, ഗ്യാസ്, ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊരു ഫാമിലി ആയിട്ട് ബാച്ചിലേഴ്സ് ഒക്കെ അവിടെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള നല്ലൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ തേർഡ് ബെഡ്റൂമിലേക്കാണ്. തേർഡ് ബെഡ്റൂം ആണ് ഇവിടുത്തെ കുറച്ചുകൂടി ഹൈലൈറ്റ് കേട്ടോ. നല്ല വ്യൂ ഉള്ള ഒരു ബെഡ്റൂം ആണ്. അപ്പൊ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്ന ഇവിടെ തന്നെ ഈ എൻട്രിയുടെ ഇവിടെ തന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബാൽക്കണി വ്യൂ അത്യാവശ്യം നല്ല ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഈ ടോപ്പിലുള്ള ബെഡ്റൂം. ഈ ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ്. അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ ബാൽക്കണി നല്ല സ്പേസ് ഉള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ബാൽക്കണി എന്നുള്ള വ്യൂ നല്ല, എന്താ പറയുക, അടിപൊളി വ്യൂ, അമേസിംഗ് വ്യൂ എന്നൊക്കെ പറയുന്നത്. അടിപൊളി വ്യൂ ആണ്. നല്ല ലെങ്തി ആയിട്ട് നല്ല ലോങ് വ്യൂ ആണ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ.
നമ്മൾ ഇനി വന്നിരിക്കുന്നത് 5 ബെഡ്റൂം റൂംസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് 2 റൂംസ് വരുന്നത് പൂളിൻ്റെ താഴെയായിട്ടാണ് 2 ബെഡ്റൂംസ് വരുന്നത്. അത് നല്ല പ്രൈവറ്റ് ആണ് കേട്ടോ, പ്രൈവസി ഉള്ളതാണ്. അപ്പം നമ്മൾ ഇനി ആ റൂമിലേക്ക് പോവാണ്. എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട്. നമ്മൾ മുകളിൽ കണ്ട പോലെ തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് മീൻസ് സോഫയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ LED TV കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം അറ്റ് എ ടൈം ഒരു 3-4 പേർക്ക് സുഖമായിട്ട് കിടക്കുന്ന വലിയ കിങ് സൈസ് ബെഡാണ്. പിന്നെ കിഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് മേളിലൊരു സ്പേസും കൂടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ബെഡ്റൂംസിനും കൂടെ നമുക്കിവിടെ ഒരു കോമൺ വാഷ്റൂം കൂടെ വരുന്നുണ്ട്. ഇവിടെയാണ് കോമൺ വാഷ്റൂം വരുന്നത്. വാഷ്റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബെഡ്റൂമിൽ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ 2 ബെഡ്റൂം അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല പ്രൈവസി ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് മീൻസ് അടുത്തടുത്തുള്ള റൂമുകളിൽ ഒരു അത്യാവശ്യം നല്ലൊരു 10 പേർക്കോ 15 പേർക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. നല്ല ഡെപ്ത് ഉണ്ട്, അതുപോലെ നല്ല ലെങ്ത് ഉള്ള ഒരു പൂളാണ്. കിഡ്സ് പൂളും ഉണ്ട്, സെപ്പറേറ്റ് ഒരു കിഡ്സ് പൂളും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂളിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടും. കാരണം ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. നല്ല അടിപൊളിയായിട്ട് പൂൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടാവും, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പൂളാണ്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ഒരേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺഡ്.